PV അൻവർ 2000 കോടിയുടെ വികസനമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. PV അൻവർ ജനവഞ്ചകനാണ്. ഇതാണല്ലോ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. അപ്പോൾ PV അൻവർ എന്തുകൊണ്ട് ഈ പറയുന്ന രാജിവെച്ചു എന്നുള്ളത് നമ്മൾ വിസ്തരിക്കപ്പെട്ടാണ്. ഇനി നിലമ്പൂരിൻ്റെ വികസനമാണ്. നിലമ്പൂരിൽ 2016 ഞാൻ MLA ആണ്. 2017-18 കിഫ്ബി വരുന്നത്. വലിയ സഹായം എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഒരു തർക്കമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2021-26 ആണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ 5 മാസം മുമ്പ് ഞാൻ രാജിവെച്ചത്. ഈ 21 ശേഷമുള്ള 3.5 കൊല്ലം നിലമ്പൂരിലെ സകലമാന വികസനങ്ങളും തടസ്സപ്പെടുകയാണ്. എങ്ങനെ തടസ്സപ്പെടുന്നത്? ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ. ആ തടസ്സപ്പെടുന്നതും എനിക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനൊരു കാരണമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ആവിർഭാവത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിന് ശേഷമാണ് നിലമ്പൂരുള്ള ഏതൊക്കെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തടസ്സം ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നെ ഞാൻ തിരിച്ചറിയാം. വ്യക്തിപരമായി പോയിട്ട് ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് അന്നത്തെ ബന്ധം വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആൾ മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇത് പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ. ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനു പടച്ചനെ ഈ ചങ്ങാതി ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിലില്ല. പിന്നീട് ഞാൻ ചില ചർച്ചകൾ ചില ആളുകളുമായി നടത്തിയപ്പോഴാണ് പറഞ്ഞതെന്താ, ഞാനന്ന് കടന്നൽ രാജ്യമാണ്. CPM യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സൈബർ സഖാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക പിന്തുണ എനിക്ക് കേരളത്തിലൊട്ടാകുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. എവിടെ പോയാലും സഖാക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പം മലബാറിൽ നിന്ന് വരാനുള്ള ഭാവിയിൽ അവൻ്റെ കണക്കൂട്ടലാണ്, എൻ്റെ കണക്കൂട്ടലല്ല. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു തടസ്സമായിട്ട്, ഒരു കണ്ണിലെ കരടായിട്ട്, ഒരു കാലിൽ തടയുന്ന ഒരു സാധനമായിട്ട് PV അൻവർ വളർന്ന് വലുതാകാനുള്ള സാധ്യത കാണുകയാണ്. അപ്പോൾ അൻവറിനെ വെട്ടണം.